വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Beautrickz. ഞാൻ ജീനു. ഇന്നത്തെ വീഡിയോ ഒരു DIY ഫേസ് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് കടലമാവ്. അപ്പം നമ്മുടെ ബേസ് എന്ന് പറയുന്നത് കടലമാവാണ്. കടലമാവ് ഞാനിവിടെ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. കടലമാവ് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുൾട്ടാനി മിട്ടിയാണ്. മുൾട്ടാനി മിട്ടിയും കടലമാവിൻ്റെ പോലെ തന്നെ ഓയിൽ കൺട്രോളിനും വളരെ നല്ലതാണ്. അപ്പോൾ അതും ഞാൻ സെയിം അളവിൽ തന്നെ 2 സ്പൂണാണ് മുൾട്ടാനി മിട്ടി ഇടുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. ഇതൊരു 1/2 ടീസ്പൂണാണ് ഞാൻ ഇടുന്നത്. ഇനിയിപ്പോൾ ഇത് അലർജറ്റിക് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. മഞ്ഞൾ നോർമലി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും ആൻറ്റി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർത്ത് ഇൻഗ്രീഡിയൻറ്റ് ഓറഞ്ച് പീൽ പൗഡറാണ്. ഞാനത് 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സ്പൂൺ ആഡ് ചെയ്യാം, ഞാൻ 1 സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻറ്റ്, ഇപ്പോൾ എനിക്ക് മുൾട്ടാനി മിട്ടി റിസൾട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടുതലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് ഓയിൽ സ്കിന്നുകാർക്കാണ് ഏറ്റവും നല്ലത് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല ഡ്രൈ സ്കിന്നുകാർക്കും നോർമലാണെങ്കിലും കോമ്പിനേഷൻ ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഏത് സ്കിൻ ടൈപ്പുകാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കടലമാവിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാം. 2 സ്പൂണിനുള്ളത് 1 സ്പൂൺ ആക്കാം. കാരണം ഡ്രൈ സ്കിന്നുകാർക്ക് അത്രയും ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് പകരം നിങ്ങൾക്ക് ഓറഞ്ച് പീൽ പൗഡർ കൂട്ടാം, അല്ലെങ്കിൽ മുൾട്ടാനി മിട്ടി കൂട്ടാം. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് സാധാരണ പോലെ നമ്മൾ ഫേസ് നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്ത് അങ്ങ് ഫേസിൽ തേച്ച് ഒരു 30 സെക്കൻഡ്സ് എങ്കിലും ഒന്ന് സ്ലൈറ്റ് മസാജ് കൊടുത്തതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നിങ്ങൾ കയ്യിലെടുക്കുന്നതിന് മുമ്പ് കൈ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവുക. കയ്യിൽ ഡേർട്ടൊന്നും ഉണ്ടാവരുത്. ഡേർട്ടി ആയിട്ടുള്ള കയ്യിൽ നിങ്ങൾ ഇതിട്ടിട്ട് ഫേസിലിട്ട് കഴിഞ്ഞാൽ പിമ്പിൾസും മറ്റു പ്രശ്നങ്ങളൊക്കെ വരും. ഓക്കെ, പിന്നെ ഇതൊരു സ്റ്റോറേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയാണ് നിങ്ങൾ വെക്കേണ്ടത്. വെള്ളമൊന്നും കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ബാത്റൂമിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളമൊന്നും അധികം വീഴാത്ത സ്ഥലത്തേക്ക് നീക്കി വയ്ക്കുക. പച്ചമരുന്നുകളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് നിങ്ങൾക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കിട്ടുന്നതാണ്. ഇപ്പോൾ ഷോപ്പൊക്കെ ഓപ്പൺ ആയി തുടങ്ങിയല്ലോ, അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് പോയി മേടിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.